ആ സ്ത്രീയുടെ വയറിനകത്ത് കത്രിക ഉണ്ട് എന്നുള്ളത് സ്കാനിങ്ങിൽ കണ്ടെത്തിയിട്ടുണ്ട്. എക്സ്റേയിൽ വളരെ കൃത്യമായി ഈ ശസ്ത്രക്രിയ ഉപകരണം അതിനകത്തുണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ഡോക്ടർമാർ നടത്തിയ പ്രതികരണം അടക്കം ശ്രദ്ധേയമാണ്. അതായത് ഇങ്ങനെ ഒരു അന്നത്തെ യൂണിറ്റ് ചീഫായിരുന്ന ഡോക്ടർ ലളിതാംബിക പറഞ്ഞത് ഇങ്ങനെ ഒരു ഉപകരണം അതിനകത്തുണ്ട് എന്ന് വെച്ച് അതൊരു കുഴപ്പമുള്ള കാര്യമല്ല എന്ന് അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അവർ പറയുന്നത് മറ്റൊരു കാര്യം കൂടി, ഇതിൽ ഗുരുതരമായൊരു കാര്യം അവരുടെ മകൻ, അതായത് ഉഷയുടെ മകൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഡോക്ടർ ലളിതാംബികയെ വീട്ടിൽ ചെന്ന് കണ്ട് അവരെ കൺസൾട്ട് ചെയ്ത ശേഷം അവർക്ക് പണമടക്കം നൽകിയ ശേഷമാണ് ശസ്ത്രക്രിയയ്ക്കായി അമ്മയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അവർ വരുന്നത് എന്നുള്ളതാണ്. അതായത് ആ സമയത്ത് ഡോക്ടർ ലളിതാംബിക ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിന്റെ യൂണിറ്റ് ചീഫാണ്. ഒപ്പം തന്നെ അലവൻസ് അടക്കം വാങ്ങുന്ന ഡോക്ടറാണ്. അതായത് പ്രൈവറ്റ് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സർക്കാരിന്റെ അലവൻസ് അടക്കം വാങ്ങുന്ന ഒരു ഡോക്ടറാണ്. അവരെയാണ് വീട്ടിൽ ചെന്ന് കണ്ട് പണം നൽകിയ ശേഷമാണ് ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിലേക്ക് അവർ റെഫർ ചെയ്തു എന്ന ഗുരുതരമായ കാര്യം മകൻ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന്, ഈ ഒരു ശസ്ത്രക്രിയ ഉപകരണം അതിനകത്ത് പെട്ടുപോയതിനെ സംബന്ധിച്ച് ചോദിച്ച ചില ചോദ്യങ്ങൾ, അതായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം നമ്മളോട് ഇത് അങ്ങനെ അബദ്ധവശാൽ സംഭവിച്ചു പോയതായിരിക്കും എന്നുള്ളൊരു കുറ്റസമ്മതം നടത്തുമ്പോൾ ഡോക്ടർ ലളിതാംബിക പറഞ്ഞത് അത് ഇവിടെ വെച്ച് തന്നെയാണോ നടന്നിട്ടുള്ളത് എന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും എന്നുള്ള രീതിയിൽ ആ പഴുതുകളെ വെച്ചുള്ള അവരുടെ പ്രതികരണമായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവം വലിയ വിവാദമായിട്ടുണ്ട്. 2021 മെയ്യിലാണ് ഉഷ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗർഭാശയം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ളത്. അന്ന് യൂണിറ്റ് ചീഫ് ആയിരുന്നത് ഡോക്ടർ ലളിതാംബികയാണ്. അവരെ വീട്ടിൽ ചെത്തി കണ്ടതിനു ശേഷമാണ് ശസ്ത്രക്രിയയിലേക്ക് ഈ ഉഷ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ 3 ഗൈനക്കോളജിസ്റ്റുകളുടെ ടീമാണ് ഇവരെ ശസ്ത്രക്രിയ നടത്തുന്നത്. അത് ഡോക്ടർ ഷാഹിദ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അനസ്തേഷ്യ ഡോക്ടർമാരുണ്ടായിരുന്നു. അതോടൊപ്പം അവിടെ ആ ഡ്യൂട്ടിയിൽ ചുമതല ഉണ്ടായിരുന്ന നഴ്സുമാരുണ്ടായിരുന്നു. ഇത് നഴ്സിന്റെ മാത്രം ഉത്തരവാദിത്തമായി അവരുടെ തലയിൽ എങ്ങനെ കെട്ടിവെച്ചതിനകത്ത് ഒഴിയാൻ കഴിയുമെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിനപ്പുറത്തേക്ക് ആ ഉപകരണം അതിനകത്ത് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഴ്സ് അതിനകത്തേക്ക് ഇടില്ല. അതിനോടൊപ്പം തന്നെ ഇത് തുന്നി അടച്ചതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതും ഡോക്ടർമാരാണ്, തുടർ ചികിത്സ നൽകിയതും ഡോക്ടർമാരാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പൂർണ്ണ പങ്കാളിത്തം ഉള്ള ഒരു സംഭവമാണ് ഇത് എന്നുള്ളതാണ്. ശസ്ത്രക്രിയയ്ക്ക് അകത്തേക്ക് ഡോക്ടർ ലളിതാംബിക പ്രവേശിച്ചില്ലെങ്കിൽ പോലും അവരുടെ പേഷ്യന്റ് ആണ്, അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ആള് കൂടിയാണ്, ഉത്തരവാദിത്തം പൂർണ്ണമായി ഉള്ള ഒരു കേസ് കൂടിയാണ് ഇത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, സിസ്റ്റത്തിന്റെ പോരായ്മയായി ഇവർ ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു ശസ്ത്രക്രിയയിലേക്ക് ഒരു പേഷ്യന്റ് കടക്കുമ്പോൾ പാലിക്കേണ്ട ചില പ്രോട്ടോകോളുകളുണ്ട്. ആ പ്രോട്ടോകോളുകൾ ആദ്യത്തേത് അനസ്തേഷ്യ അടക്കമുള്ള മരുന്നുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അത് ഒരു ചാർട്ടിൽ രേഖപ്പെടുത്തേണ്ടതായുണ്ട്. ആ രേഖപ്പെടുത്തിയ ശേഷം ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഒപ്പം തന്നെ ഉണ്ടായ സംഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അവിടെയും ടിക്ക് ചെയ്ത് രേഖപ്പെടുത്തണം. മൂന്നാമത്, ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അതിൽ പൂർത്തിയായതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, പേഷ്യന്റ് ആരോഗ്യസ്ഥിതി, ഒപ്പം തന്നെ ഉപയോഗിച്ച ഉപകരണങ്ങൾ തിരിച്ചു വെച്ചതടക്കമുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ഉപയോഗിച്ചു അതൊക്കെ തിരിച്ചു വെച്ചോ, ഇത്തരം കാര്യങ്ങൾ അടക്കം രേഖപ്പെടുത്തിയാണ് പോകേണ്ടത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഉഷയ്ക്ക് ഇങ്ങനെ വയറിനകത്ത് ശസ്ത്രക്രിയ ഉപകരണം ഉള്ളപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന ആ ശസ്ത്രക്രിയയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഉപകരണങ്ങളെല്ലാം തന്നെ, അതായത് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള തെറ്റായ രേഖപ്പെടുത്തൽ കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രാഥമികമായി ഇതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും നമുക്കറിയാം വണ്ടാനം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെയും നിരവധി പ്രശ്നങ്ങൾ, നിരവധി സാധാരണക്കാരായ മരണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾ മൃതദേഹം ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മൃതദേഹം അടക്കം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ വെച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നും ഈ പ്രാഥമികമായി ഉള്ള അന്വേഷണത്തിനും ഒപ്പം തന്നെ മെഡിക്കൽ ബോർഡ് കൂടുന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു, മന്ത്രിയുടെ പ്രതികരണങ്ങൾ വരുന്നു. അതിനുശേഷം ഈ കേസുകൾക്കൊന്നും
എവിടെയും പരിസമാപ്തി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോപിച്ച പേഷ്യൻസിന് ഗുണകരമായ രീതിയിലുള്ള ഒരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മെഡിക്കൽ ബോർഡ് കൂടും. മെഡിക്കൽ ബോർഡിന്റെ തീരുമാനങ്ങളിലേക്കൊക്കെ പോകും. ഒരുപക്ഷെ മന്ത്രിയുടെ പ്രതികരണം കുറച്ചുകൂടി ഈ വിഷയത്തിൽ കടുപ്പിച്ച പ്രതികരണമാണ്. അതിന് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രതികരണമാണോ എന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, അനീഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കുട്ടികളുടെ ആലപ്പുഴ WRC ആശുപത്രിയിൽ ഉണ്ടായ ആളുകളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ കുട്ടികളുടെ അവരുടെ ഷോൾഡർ ബോണുകൾ ഒടിഞ്ഞ് പുറത്തേക്ക് വന്ന ന്യൂറോ പ്രശ്നങ്ങൾ ഉണ്ടായ, പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഡോക്ടർമാർക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ട് എന്ത് നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രസക്തമായിട്ടുള്ള ചോദ്യം ശരണ്യ. കാരണം അത്തരം ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇതിനു മുൻപ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചികിത്സാ പിഴവുകൾ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ള ഒരു ആശുപത്രി കൂടിയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്. അങ്ങനെ തുടർച്ചയായി ചികിത്സാ പിഴവ് ഉണ്ടായിട്ടും അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഒരു നടപടി സ്വീകരിക്കാനും അധികൃതർ തയ്യാറായില്ല. സ്വാഭാവികമായും ഈ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കുമോ സംഭവിക്കുക? അതോ ആരോഗ്യവകുപ്പ്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഇത്രയധികം ജനരോഷം ഉണ്ടാകുന്നുണ്ട്, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഡോക്ടർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമോ, അതോ പതിവ് പോലെ ഡോക്ടറെ സംരക്ഷിക്കാനായിരിക്കുമോ ശ്രമിക്കുക? ഈ കേസിലെങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് മാത്രം ആരോഗ്യ വകുപ്പ് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിനകത്ത് നേരത്തെ തന്നെ നമുക്കറിയാം, WRC ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള അവിടുത്തെ ഡോക്ടറുമായി ബന്ധപ്പെട്ടുണ്ടായ ആക്ഷേപങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനകത്ത് ഒരു നടപടിയും സ്വീകരിക്കാൻ ഇതുവരെ ആരോഗ്യ വകുപ്പ് തയ്യാറായിട്ടില്ല. അതായത് ഈ ഡോക്ടർമാരെയൊക്കെ കുറ്റപ്പെടുത്തുകയും അവർക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രാഥമികമായൊക്കെ പറയുകയും ചെയ്യുമ്പോഴും അവസാന മെഡിക്കൽ ബോർഡും ആ മെഡിക്കൽ ബോർഡിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനങ്ങളും ഒന്നും ഇതുവരെ ഏത് കേസിലാണ്, നമുക്കറിയാം കോഴിക്കോടത്തെ അക്ഷിതയുടെ കേസ് അടക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏത് കേസിലാണ് ഈ പരാതിക്കാരായ മനുഷ്യർക്ക് നീതി കിട്ടിയിട്ടുള്ളത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിനകത്ത് അങ്ങേയറ്റം നിഷേധിക്കാൻ കഴിയാത്ത ആ ഒരു എക്സ്റേ ഷീറ്റുമായി നിൽക്കുന്ന ഉഷയുടെ ചിത്രം, അത് നിഷേധിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് അടക്കം നിലവിലത്തെ പഴയ കേസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ചോദിക്കേണ്ടതുണ്ട്. നീതി കിട്ടേണ്ട ഒരുപാട് മനുഷ്യർ പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഈ 5 വർഷക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, രോഗികളെ ഉന്നയിച്ചിട്ടുള്ള ഗുരുതര വിഷയങ്ങൾ, അതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഒരു പുകമറയിൽ നിൽക്കുകയാണ്. അതിനൊന്നും ഉത്തരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ കേസിൽ ഇത്രയും നമുക്ക് ഭീതി തോന്നുന്ന രീതിയിൽ ഒരു സ്ത്രീ 5 വർഷക്കാലം ഒരു ശസ്ത്രക്രിയാ ഉപകരണം, കത്രികയോട് സമാനമായ ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിലിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര ഗുരുതരമാണ്? അത് ആ ഗുരുതരമായ കേസിൽ മാത്രമാണോ നടപടി? ബാക്കിയുള്ളവർക്കും നീതി കിട്ടേണ്ടേ എന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കുകയാണ് കേട്ടോ. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ ഇതുപോലുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഒരു ചികിത്സാ പിഴവെങ്കിലെങ്കിലും നടപടി സ്വീകരിച്ചെങ്കിൽ ഇതുപോലുള്ള വീഴ്ചകൾ വീണ്ടും ആവർത്തിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് മുൻകാല പല സംഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിലേറ്റവും ഈ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കേസാണ് ആലപ്പുഴ ഈ കോഴിക്കോട്ടെ ഹർഷിനയുടെ ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ വീഴ്ച. അതായത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിന് സമാനമായ അനുഭവം നേരിടേണ്ടി വന്ന കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.